അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഏക ഇലാഹായ മഹാരാജാവായ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഒരു നാമമാണ്. ഈ നാമം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് ഇന്ന് അസറിൻ്റെ ശേഷം, ഇന്ന് എന്നല്ല ഏത് ദിവസമായിക്കോട്ടെ, അസറിൻ്റെ ശേഷം, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷമൊക്കെ ചൊല്ലുകയാണെങ്കിൽ വളരെ മഹത്വമാണ്, വളരെ ശ്രേഷ്ഠതയാണ്. ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. ഏത് ദിവസവും നിങ്ങൾക്ക് ചൊല്ലാം. അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ചെറിയ ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ദിക്ർ നിങ്ങൾ വെറും 9 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അസറിൻ്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇൻഷാ അല്ലാഹ് ഇജാബത്ത് ഉറപ്പാണ്. കാരണം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും എല്ലാം സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അധീനതയിലാണ്. അവൻ വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുകയുള്ളൂ, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ എന്തു തന്നെ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ നാമം ചൊല്ലിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അത് നമുക്ക് നിറവേറ്റിത്തരും. ഈ ഇസ്മ നിങ്ങൾ ചൊല്ലുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഇഷ്ടം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം, അള്ളാഹുവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കും. ഈ ഇസ്മിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ നമുക്കതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. അതിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു നേട്ടം ഇതാണ്. അതായത് ഈ ഇസ്മ നമ്മൾ അർത്ഥമറിഞ്ഞ് നല്ല വിശ്വാസത്തോടു കൂടി നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ മുറാദ് അല്ലാഹു സുബ്ഹാനഹു തആല വളരെ വേഗം നിറവേറ്റിത്തരും. അതാണ് ഈ ഇസ്മിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഈ ഒരു ഇസ്മുണ്ടല്ലോ വെറും 9 വട്ടം അസറിൻ്റെ ശേഷം ചൊല്ലിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മിന്നൽ വേഗത്തിൽ അത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റിത്തരും. ഈ ഇസ്മ ചൊല്ലാൻ നിങ്ങൾക്ക് അധിക സമയമൊന്നും വേണ്ട, സെക്കൻഡുകൾ മാത്രം സമയം മതി വെറും 9 പ്രാവശ്യം ഈ ഇസ്മ ചൊല്ലാൻ. മാത്രമല്ല ഇത് മെൻസസ് ഉള്ള സ്ത്രീകൾക്കും ചൊല്ലാം, അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചൊല്ലാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സഹോദര സഹോദരിമാരെ, മറക്കാതെ ഇന്ന് തന്നെ അസറിൻ്റെ ശേഷം നിങ്ങൾ ഈ ഇസ്മ 9 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറ്റി തരട്ടെ. ജീവിതത്തിൽ അല്ലാഹു സമാധാനം നൽകട്ടെ, വിജയം നൽകട്ടെ. ഇഹലോകത്തും അല്ലാഹു വിജയം നൽകട്ടെ. ആമീൻ. ഇനി ഈ ഇസ്മ എല്ലാ ദിവസവും പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന വലിയൊരു നേട്ടമാണ്. എല്ലാ രോഗങ്ങളിൽ നിന്നും അവരെ കാത്തുരക്ഷിക്കും. ചെറുതും വലുതുമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവരെ കാത്തുരക്ഷിക്കും. അവർക്ക് രോഗങ്ങൾ പിടിപെടില്ല. മരണം വരെ നല്ല ആരോഗ്യത്തോടു കൂടിയും ഉന്മേഷത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും മനസ്സമാധാനത്തോടു കൂടിയും ജീവിക്കാൻ സാധിക്കും. മാത്രമല്ല, ഇനി നിങ്ങൾക്ക് രോഗങ്ങളുണ്ടെങ്കിൽ പലരും പറയുന്ന കാര്യമാണ്, രോഗങ്ങൾ മാറുന്നില്ല, ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, ഒരുപാട് പണം ചിലവഴിച്ചു, ഒരുപാട് സമയം അതിനു വേണ്ടി മാറ്റിവെച്ചു, ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ടു, ഉസ്താദേ രോഗങ്ങൾ മാറുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഈ ഇസ്മ നിങ്ങൾ 111 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നല്ല വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മാത്രമല്ല എല്ലാ ദിവസവും കഴിയുമെങ്കിൽ നിങ്ങൾ ഒരു 100 പ്രാവശ്യം ഇത് പതിവായി ചൊല്ലുക. എന്നാൽ തന്നെ നിങ്ങളുടെ രോഗം മാറുകയും പിന്നീട് രോഗം നൽകി അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ പരീക്ഷിക്കുകയുമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവിധ രോഗങ്ങളിൽ നിന്നും നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗങ്ങൾ ഉള്ളവർക്ക് ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ആ രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ. ആമീൻ.
ഇനി ഈ ഇസ്മ ചൊല്ലുന്നത് കൊണ്ട് മൂന്നാമതായി നമുക്ക് ലഭിക്കുന്ന വലിയൊരു നേട്ടമാണ് ഈ ഇസ്മ എല്ലാ ദിവസവും 100 പ്രാവശ്യം പതിവായി ചൊല്ലുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ഹൃദയം പ്രകാശിപ്പിക്കും. അതുകൊണ്ട് നന്നാകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, മനസ്സ് ശുദ്ധമാകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്ന ആളുകൾ, സന്തോഷം സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എല്ലാ ദിവസവും നിങ്ങൾ ചുരുങ്ങിയത് ഒരു 100 പ്രാവശ്യം ഈ ഇസ്മ പതിവായി ചൊല്ലുക. ഇനി അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരു 9 പ്രാവശ്യം എല്ലാ ദിവസവും നിങ്ങൾ പതിവായി ചൊല്ലുക. ഇനി ഈ ഇസ്മിൻ്റെ 4ാമത്തെ നേട്ടമാണ്, ഈ ഇസ്മ ചൊല്ലുന്ന ആളുകൾക്ക് ഒരിക്കലും സമാധാനക്കേട് ഉണ്ടാകില്ല. എപ്പോഴും സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. ടെൻഷൻ അവരുടെ ജീവിതത്തിൽ അല്ലാഹു നൽകുകയില്ല. അതുകൊണ്ട് മനസ്സമാധാനം ഇല്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഈ ഒരു ഇസ്മ ദിവസവും ഒരു 100 പ്രാവശ്യം ചൊല്ലുക. ഇനി അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരു 9 പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കുക. ജീവിതത്തിൽ മനസ്സമാധാനം കൊണ്ടുവരിക. ഇഹലോകത്തും അതുകൊണ്ട് നിങ്ങൾക്ക് വിജയമുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി 5ാമത്തെ നേട്ടമാണ്, ഈ ഇസ്മ ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ കുടുംബത്തിൽ ഐക്യം നൽകും. കുടുംബത്തിലുള്ള ഉപ്പയും ഉമ്മയും മക്കളും പേരമക്കളും മരുമക്കളും എല്ലാവരും പരസ്പരം വലിയ സന്തോഷത്തിലും സമാധാനത്തിലും ഐക്യത്തിലുമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമോ വൈരാഗ്യമോ പോരോ ഒന്നും തന്നെ ഉണ്ടാകില്ല. നല്ല സമാധാനമുള്ള, നല്ല ബറക്കത്തുള്ള നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ ഇസ്മ ജീവിതത്തിൽ പതിവായി ചൊല്ലുക. ഇനി 6ാമത്തെ നേട്ടമാണ്, നമ്മുടെ കുടുംബക്കാർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും സമൂഹത്തിനുമൊക്കെ നമ്മോട് വലിയ ഇഷ്ടമുണ്ടാകാൻ ഈ ദിക്ർ ചൊല്ലിയാൽ മതി. ഈ ദിക്ർ ചൊല്ലിയാൽ ജനങ്ങൾക്കിടയിൽ നമുക്ക് സ്വീകാര്യതയുണ്ടാകും, നമുക്ക് വലിയ ഒരു സ്ഥാനമുണ്ടാകും. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ പരിഗണിക്കും, നമുക്കൊരു വിലയുണ്ടാകും. അങ്ങനെ ജനങ്ങൾക്കിടയിൽ സമൂഹത്തിലൊരു വിലയുണ്ടാകാൻ, അവരുടെ ഇഷ്ടം നമുക്ക് ലഭിക്കാൻ, അവരുടെ സ്നേഹം നമ്മോടുണ്ടാകാൻ പ്രിയപ്പെട്ടവരെ ഈ ഇസ്മ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി. സമൂഹം, ജനം നമ്മെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഇഷ്ടപ്പെടും. അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ് ജനങ്ങൾ, സമൂഹം നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇനി 7ാമത്തെ നേട്ടമാണ്, ഈ ഇസ്മ ചൊല്ലുന്നവർക്ക് ധാരാളം അറിവുകൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കും. മാതാപിതാക്കളൊക്കെ മക്കൾക്ക് ഈ ഇസ്മ ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കുക, അവർക്കിത് ചൊല്ലിക്കൊടുക്കുക. മാത്രമല്ല, ഇനി അവർക്ക് ചൊല്ലാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാതാപിതാക്കൾ ദിവസവും ഈ ഇസ്മ ഒരു 100 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അവരുടെ തലയിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക. അങ്ങനെ നിങ്ങൾ മന്ത്രിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അവരുടെ സ്വഭാവം നന്നാകും, നല്ല മക്കളാകും, മാതാപിതാക്കളെ അനുസരിക്കുന്ന സ്വാലിഹായ മക്കളാകും. മാത്രമല്ല അവരുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കും. അവർക്ക് ജീവിതത്തിൽ വലിയ വിജയമുണ്ടാകും, സമാധാനമുണ്ടാകും, ബർക്കത്തുണ്ടാകും, അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കും. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെത് നമ്മുടെ മക്കൾക്ക് ലഭിക്കണമെങ്കിൽ, അതുപോലെ നമുക്കും ലഭിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ഇസ്മ ദിവസവും ഒരു 100 പ്രാവശ്യം പതിവാക്കുക. ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ ഒരു 9 പ്രാവശ്യം ദിവസവും ചൊല്ലുക. ഇനി 8ാമത്തെ നേട്ടമാണ്, ഈ ഇസ്മ ദിവസവും 121 പ്രാവശ്യം നമ്മൾ പതിവായി ചൊല്ലിയാൽ ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകില്ല. എടുത്താൽ തീരാത്ത അത്രത്തോളം സമ്പത്തിൻ്റെ ഖജനാവാണ് റബ്ബ് സുബ്ഹാനഹു തആലയുടെ അരികിലുള്ളത്. ഈ ലോകത്തുള്ള മുഴുവൻ സമ്പത്തും റബ്ബ് സുബ്ഹാനഹു തആലയുടേതാണ്. അതുകൊണ്ട് അവൻ വിചാരിച്ചാൽ മാത്രമേ അത് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യമുണ്ടാകാൻ, നിങ്ങളുടെ സമ്പത്തിൽ വർധനവുണ്ടാകാൻ, നല്ല ജോലി ലഭിക്കാൻ, ജോലിയിൽ ബർക്കത്തുണ്ടാകാൻ, ബിസിനസ്സിൽ നല്ല ഉയർച്ചയുണ്ടാകാൻ, ബിസിനസ്സിൽ ബർക്കത്തുണ്ടാകാൻ, മരിക്കുന്നത് വരെ സാമ്പത്തിക പ്രയാസമില്ലാതെ, ദാരിദ്ര്യമില്ലാതെ, കടങ്ങളില്ലാതെ
ആരുടെയും മുന്നിൽ കൈനീട്ടാതെ തലകുനിക്കാതെ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങാൻ, സ്വന്തമായിട്ട് വീടെടുക്കാൻ, സ്വന്തമായിട്ട് ഭൂമി വാങ്ങിക്കാൻ, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഈ ഭൂമി ലോകത്തുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെയും പണം ചിലവഴിച്ച് നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ, സന്തോഷിക്കാൻ, ആസ്വദിക്കാൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ദിവസവും ഈ ഒരു ഇസ്മ് 121 പ്രാവശ്യം പതിവായി ചൊല്ലുക. ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 9 പ്രാവശ്യം എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലുക. എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മരിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു തആല സാമ്പത്തിക പ്രയാസം നൽകില്ല. നിങ്ങളുടെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. നിങ്ങൾ തുടങ്ങുന്നതിലെല്ലാം ഉന്നത വിജയമായിരിക്കും. നിങ്ങൾ തുടങ്ങുന്ന ഒരു കച്ചവടം പരാജയത്തിൽ അവസാനിക്കില്ല. ഒന്നും നിങ്ങൾക്ക് നഷ്ടമാകില്ല. നിങ്ങളുടെ സമ്പത്ത് ആർക്കും തട്ടിയെടുക്കാനോ വഞ്ചിക്കാനോ നിങ്ങളെ ചതിയിൽപ്പെടുത്തിയത് അവരുടെ കൈവശപ്പെടുത്താനോ ഒന്നും തന്നെ സാധിക്കില്ല. എല്ലാം അള്ളാഹുവിൻ്റെ കാവലിലായിരിക്കും, അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ബേജാറുമില്ലാതെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും സാമ്പത്തിക ഐശ്വര്യത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. സമ്പത്തിൽ നല്ല ഉയർച്ചയുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കടങ്ങൾ ഉള്ളവർ എത്രയോ ആളുകൾ പറയുന്നവരാണ് കോടിക്കണക്കിന് രൂപ കടങ്ങളുണ്ട്, വലിയ പ്രയാസത്തിലാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ നിങ്ങൾ ദിവസവും ചൊല്ലിയാൽ, ഈ ഇസ്മ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് സാമ്പത്തിക പ്രയാസമുണ്ടാകില്ല. എത്ര വലിയ കോടിക്കണക്കിന് രൂപ കടങ്ങൾ ഉണ്ടെങ്കിലും ആ കടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് വീട്ടിത്തരും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ ഇത് ചൊല്ലുമ്പോൾ നല്ല വിശ്വാസത്തോടു കൂടി, നല്ല ആത്മാർത്ഥതയോടുകൂടി, നിയ്യത്തോടുകൂടി നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ ഇസ്മ നിങ്ങൾ ചുരുങ്ങിയത് 9 പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കിയാൽ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഐശ്വര്യമുണ്ടാകും, വിജയമുണ്ടാകും, ബറക്കത്തുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാവൽ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് സങ്കടങ്ങൾ വരുന്ന സമയത്ത്, പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, കുടുക്കിൽ പെട്ടുപോകുന്ന സമയത്ത് ഇനി എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് ഓർക്കുമ്പോൾ എല്ലാ വാതിലുകളും അടഞ്ഞോ, ഇനി ഒരു മാർഗവുമില്ല, എല്ലാവരും ഒറ്റപ്പെടുത്തി. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സമയത്ത് നിങ്ങൾ ഈ ഇസ്മ 9 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആലയെ വിളിച്ചാൽ ആ സമയം തന്നെ, ഉടൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളിലേക്ക് തിരിയും. നിങ്ങളുടെ എന്ത് പ്രയാസമാണോ അത് അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിത്തരും. എന്ത് ആഗ്രഹമാണോ നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ടത് അത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റിത്തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഇസ്മ ചുരുങ്ങിയത് എല്ലാ ദിവസവും നിങ്ങൾ 9 പ്രാവശ്യം ചൊല്ലുക. ധാരാളം ചൊല്ലാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ, വളരെ വേഗത്തിൽ നിറവേറിക്കിട്ടാൻ അസറിൻ്റെ ശേഷം നിങ്ങൾ ഈ ഇസ്മ 9 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക. ഇനി ഏതാണ് ആ ഇസ്മ എന്ന് ഞാൻ പറഞ്ഞു തരാം. യാ മലിക്കു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്. ഈ ഇസ്മാണ് നിങ്ങൾ പ്രിയപ്പെട്ടവരെ 9 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ അധികം വലിച്ചു നീട്ടി പറയുന്നില്ല. ഒരുപാട് നേട്ടങ്ങൾ ഇനിയുമുണ്ട് പറയാൻ. വളരെ പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഇസ്മ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അതിൻ്റെ എല്ലാ മഹത്വങ്ങളും പോരിശകളും ഇഹലോകത്തും അല്ലാഹു നമുക്ക് നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു വിജയം നൽകട്ടെ, സാമ്പത്തിക ഐശ്വര്യം നൽകട്ടെ. രോഗങ്ങളെ തൊട്ട് നാം എല്ലാവരെയും അല്ലാഹു കാക്കട്ടെ. രോഗങ്ങൾ ഉള്ളവർക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. ദാരിദ്ര്യത്തിൽ നിന്നും നാം എല്ലാവരെയും അല്ലാഹു കാക്കട്ടെ. കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടി തരട്ടെ. ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും നല്ല ആഫിയത്തോടു കൂടിയും ആരോഗ്യത്തോടു കൂടിയും ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ.
ഇഹലോകത്തും അള്ളാഹു വിജയം നൽകട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.